Good morning all. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സുകളിൽ നിന്നും നമുക്ക് ഒരു ട്രാവേഴ്സിൻ്റെ ഏരിയ മെഷർ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്നും കൂടെ ഈ സെഷനിൽ ലാസ്റ്റായിട്ട് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പൊ എല്ലാവർക്കും ലാറ്റിറ്റ്യൂഡ് എന്താ ഡിപ്പാർച്ചർ എന്താന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലിയർ ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് നമ്മൾ എടുക്കുന്നത് എവിടുന്നാണ്? ലാറ്റിറ്റ്യൂഡ്സിനും ലോഞ്ചിറ്റ്യൂഡ്സിനും, ലാറ്റിറ്റ്യൂഡ്സിനും ഡിപ്പാർച്ചേഴ്സിനും, അതായത് നമ്മുടെ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സിനകത്തുനിന്ന് അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റുകൾ തന്നെയാണ്. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യും? മെഷർമെന്റിന് അനുസരിച്ചിട്ട് എക്സും വൈയും പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ട് ആ ഒരു പ്ലോട്ട് അങ്ങ് ആ ട്രാവേഴ്സ് ഒന്ന് പ്ലോട്ട് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ഇസ് ദ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ആർ ദ കോർഡിനേറ്റ്സ് ഓൺ ദ എക്സ് ആൻഡ് വൈ ആക്സിസ്. ദെൻ ദീസ് ആർ കാൽക്കുലേറ്റഡ് ഫ്രം ദ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ്. നമ്മൾ പറഞ്ഞൂലേ, വിച്ച് ആർ ദ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഡിപ്പാർച്ചേഴ്സ്. ദെൻ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ആർ ഫ്രം ദ കോമൺ ഒറിജിൻ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിപ്പാർച്ചറും അതുപോലെ തന്നെ നമ്മുടെ ലാറ്റിറ്റ്യൂഡും എന്ന് പറയുന്നത് പ്രീവിയസ് പോയിന്റിന് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും, ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ ഡിസ്റ്റൻസും അല്ലെ, വിത്ത് റെസ്പെക്ട് ടു എ കോമൺ റെഫറൻസ് പോയിന്റ് വിച്ച് ഇസ് മെറീഡിയൻ അല്ലെ. നമ്മൾ സാധാരണ ഒരു ജിയോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്ത് പോളിലൂടെ പാസ് ചെയ്യുന്ന നമ്മുടെ ട്രൂ നോർത്ത് ആൻഡ് സൗത്തിനെയാണ് ഒരു മെറീഡിയൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, റെഫറൻസ് മെറീഡിയൻ ആയിട്ട്. അതിന് പാരലായിട്ട് ഉള്ള മെറീഡിയനെ നമ്മൾ റെഫറൻസ് മെറീഡിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ആ മെറീഡിയന് പാരലൽ ആയിട്ട് എടുക്കുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്നും പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുന്ന ഡിസ്റ്റൻസിനെ ഡിപ്പാർച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ലാറ്റിറ്റ്യൂഡ്സിനെയും ഡിപ്പാർച്ചേഴ്സിനെയും വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇപ്പോ നമ്മള് ദെൻ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ഓഫ് കോമൺ ഒറിജിൻ നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു കോമൺ ഒറിജിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് ലാറ്റിറ്റ്യൂഡ്സും ഡിപ്പാർച്ചേഴ്സും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ആർ ഓൾസോ കോൾഡ് ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ടോട്ടൽ ഡിപ്പാർച്ചർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സിനെയാണ് ഡിപ്പെൻഡന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സിനെയാണ് ഡിപ്പെൻഡന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെയാ പറയും? ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ടോട്ടൽ ഡിപ്പാർച്ചർ എന്നാ പറയുന്നത്. ഓക്കെ, ഡിപ്പാർച്ചറും ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും. ഓക്കെ, അതിന് നമ്മൾ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നു. ദെൻ ടോട്ടൽ ലാറ്റിറ്റ്യൂഡും ടോട്ടൽ ഡിപ്പാർച്ചറും അതിന് നമ്മൾ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കത് ഒരു പ്രോബ്ലം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ട്രാവേഴ്സ് പ്ലോട്ട് എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതും കൂടെ നമുക്കൊന്ന് നോക്കണം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നമുക്ക് അറിയാം, ഒരു കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എക്സ് കമ്പോണന്റ് ഉണ്ടായിരിക്കും, വൈ കമ്പോണന്റ് ഉണ്ടായിരിക്കും. അതിന് എക്സ് കമ്പോണന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. വൈ കമ്പോണന്റ് ആയിരിക്കും ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ ട്രാവേഴ്സ്. അപ്പൊ നമ്മൾ ഒരു ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ അതിന്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ഡിപ്പാർച്ചർ ആയിരിക്കും. വൈ കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത് എന്തായിരിക്കും? ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ആണ് അവിടെ എടുക്കുന്നതെങ്കിൽ എന്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും? എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിപ്പാർച്ചറും വൈ കമ്പോണന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ലാറ്റിറ്റ്യൂഡും ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് എക്സ് കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതായത് നമ്മുടെ ടോട്ടൽ ഡിപ്പാർച്ചർ. ഓക്കെ, ടോട്ടൽ ഡിപ്പാർച്ചർ. അപ്പൊ അതെന്തായിരിക്കും? ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് ദ ട്രാവേഴ്സ്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ട്രാവേഴ്സിന്റെ ഫസ്റ്റ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ട്രാവേഴ്സിന്റെ ഫസ്റ്റ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? algebraic sum of the departures of the line between the first point and last point. ഇപ്പൊ നിങ്ങൾ എടുക്കൂ ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവേഴ്സ്. ആ ABCD എന്ന ട്രാവേഴ്സിനകത്ത് ABCD ക്ലോസ്ഡ് ട്രാവേഴ്സ്. അപ്പോൾ
ആ എ എന്ന പോയിന്റ് ആണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ബി പോയിന്റിന്റെ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് ആണ് കാണാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് പോയിന്റിന്റെ, അതായത് എ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണോ അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് എ ബി ആണ്. ഓക്കെ, എ ബി ബി സി അല്ലേ നമ്മുടെ ലൈൻ കിടക്കുന്നത്, എ ബി ബി സി സി ഡി ലാസ്റ്റ് ഡി എ. ഓക്കെ, ക്ലോസിംഗ് ലൈൻ ആയിട്ട് ഡി എ വരും. അപ്പൊ നമ്മൾ എ ബി എന്ന ലൈനിന്റെ ഓൾജിബ്രായിക് സം ഓഫ് ദി ഡിപ്പാർച്ചേഴ്സ്, അത് നമുക്കൊന്നുമില്ല, എ ബിയുടെ ഡിപ്പാർച്ചർ അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾജിബ്രായിക് സം ഓഫ് ദി ഡിപ്പാർച്ചേഴ്സ് ഓഫ് ദി 2 പോയിന്റ്, അതായത് എ ബി എന്ന 2 പോയിന്റിന്റെ ഡിപ്പാർച്ചേഴ്സിന്റെ ഓൾജിബ്രായിക് സം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെടുത്താൽ മതി? എ ബിയുടെ ഡിപ്പാർച്ചർ, ദാറ്റ് ഈസ് ദ ഓൾജിബ്രായിക് സം ഓഫ് ദി ഡിപ്പാർച്ചേഴ്സ് ബിറ്റ്വീൻ ദ പോയിന്റ് എ ആൻഡ് ബി. ഓക്കെ, എ ബിയുടെ ഡിപ്പാർച്ചർ ആണ് എ ആൻഡ് ബി എന്ന ലൈനിന്റെ ഓൾജിബ്രായിക് സം ഓഫ് ദി ഡിപ്പാർച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, നമുക്ക് ഓൾജിബ്രായിക് സം ഓഫ് ദി ഡിപ്പാർച്ചേഴ്സ് ഓഫ് ദി ലൈൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ ബി പോയിന്റിന്റെ അല്ലേ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് എ, ദെൻ ലാസ്റ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ബി. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി വ്യക്തമാവട്ടോ. ദെൻ വൈ കോർഡിനേറ്റ്, അടുത്തത് നമുക്ക് വൈ കോർഡിനേറ്റ് വേണം അല്ലെ? ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യണം, ഒരു 2D പ്ലെയിനകത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു എക്സ് കോർഡിനേറ്റ് ഉണ്ടായിരിക്കണം, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള എന്താണ്? ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ വൈ കോർഡിനേറ്റ് ഇസ് ടോട്ടൽ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ ട്രാവേഴ്സ് ഇസ് ഈക്വൽ ടു the y coordinate of the first point. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എ ബി ആണ് കൺസിഡർ ചെയ്യുമെങ്കിൽ എ പോയിന്റിന്റെ y കോർഡിനേറ്റ്, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എ പോയിന്റിന്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, then algebraic sum of the latitudes of the line between the first point and last point. അതിന്റെ അർത്ഥം എന്താണ്? എ ബിയുടെ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, എ ബിയുടെ ലാറ്റിറ്റ്യൂഡ്. ദെൻ ഇനി നമുക്ക് ഒരു പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലത്തിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. Then the following lines are gives us the latitudes and departures of the sides of a closed traverse ABCD. Calculate the independent coordinates and assume the east coordinate of A as 100 and north coordinate of A as 200. അപ്പൊ ഇതിനകത്ത് എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? സാധാരണ നമ്മളൊരു ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഡിപ്പാർച്ചേഴ്സ് വിച്ച് മെഷേർഡ് ഫ്രം എ കോമൺ ഒറിജിൻ, അതാണ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് എന്ന്. അപ്പൊ സാധാരണ നമ്മൾ അത് എങ്ങനെയാണ് എടുക്കുന്നത്? അത് ഇപ്പോ നമുക്ക് എത്ര കാർട്ടീഷ്യൻ ക്വാഡ്രൻസ്, എത്ര ക്വാഡ്രൻസ് ഉണ്ട്? 4 ക്വാഡ്രൻസ് ഉണ്ട് അല്ലെ? അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എപ്പോഴും നമ്മൾ ടോട്ടൽ ലാറ്റിറ്റ്യൂഡും ടോട്ടൽ ഡിപ്പാർച്ചേഴ്സും അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ലൈ ചെയ്യുന്നതാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എടുക്കുന്ന ടോട്ടൽ ലാറ്റിറ്റ്യൂഡും ടോട്ടൽ ഡിപ്പാർച്ചേഴ്സും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോക്കി നോക്കൂ. കാൽക്കുലേറ്റ് ദ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് ആൻഡ് കോർഡിനേറ്റ്സ് അസ്യൂമിങ് ദ ഈസ്റ്റ് കോർഡിനേറ്റസ്, അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ എ ആണ്. അപ്പൊ എന്റെ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. കാരണം എന്റെ പ്രീവിയസ് പോയിന്റ് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്കറിയാം ഒരു ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് പോയിന്റിന്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നതാണ്? നമ്മുടെ ലൈനിന്റെ ഓൾജിബ്രായിക് സം ഓഫ് ദ ഡിപ്പാർച്ചേഴ്സ് ആഡ് ചെയ്യുന്നതാണ് അല്ലെ? ഇപ്പൊ ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ്, ഡിപ്പാർച്ചേഴ്സ് ആൻഡ് ഡിപ്പാർച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നിടയ്ക്ക് മാറുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുന്നതാണ്. സോ എ എന്ന പോയിന്റിന്റെ പ്രീവിയസ് പോയിന്റ് നമുക്കറിയില്ല അല്ലെ? നമുക്കത് എടുക്കണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിന്റെ എപ്പോഴും ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് പോയിന്റിന്റെ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് എപ്പോഴും തന്നിട്ടുണ്ടായിരിക്കും. എങ്കിലേ നമുക്ക് ബി പോയിന്റിന്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡും ടോട്ടൽ ഡിപ്പാർച്ചറും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് തന്നിട്ടുള്ളത്? എ പോയിന്റിന്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡും ടോട്ടൽ ഡിപ്പാർച്ചറും തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 100 ആണ് അല്ലെ? ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് കോർഡിനേറ്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് ലാറ്റിറ്റ്യൂഡ് ആണ്. ഈസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ലാറ്റിറ്റ്യൂഡ് ആണ്, വിച്ച് ഇസ് പോസിറ്റീവ് ഓൾസോ. ദെൻ നോർത്ത് കോർഡിനേറ്റ് 200 എന്ന് തന്നിട്ടുണ്ട്. നോർത്ത് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? സോറി, ഇത് ഡിപ്പാർച്ചർ ആണല്ലോ, ഈസ്റ്റ് കോർഡിനേറ്റ് അല്ലേ അല്ലെ? അപ്പൊ അത് ഡിപ്പാർച്ചർ. ദെൻ നോർത്ത് കോർഡിനേറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? ലാറ്റിറ്റ്യൂഡ്. ഓക്കെ,
അതായത് ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡിപ്പാർച്ചർ എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് നമ്മൾ അങ്ങനെയല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്, മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഡിപ്പാർച്ചർ ആണ്, വിച്ച് ഇസ് പോസിറ്റീവ്. ഈസ്റ്റിങ് ഒക്കെ പോസിറ്റീവ് ആയിരിക്കും, വെസ്റ്റിംഗ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും, നോർത്തിങ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും, സൗത്തിങ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എ പോയിന്റ് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബാക്കി എല്ലാ പോയിന്റ്സും നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെയാണ് ലൈ ചെയ്യുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മളെപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സുകളെല്ലാം ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. എപ്പോഴും നമുക്ക് തരുന്നത് നമുക്ക് കിട്ടുന്നത് ഒക്കെ ആ കോർഡിനേറ്റുകളെല്ലാം പോസിറ്റീവ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിന്റെ അർത്ഥം അതെല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. അപ്പൊ ഈ പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുണ്ട് സൈഡുകൾ എ ബി, ബി സി, സി ഡി ആൻഡ് ഡി എ. അപ്പൊ എ ബി സി ഡി ഡി എ എന്ന് പറയുന്ന ട്രാവേഴ്സ് ആണ്. എ ബി സി ഡി എ. ഓക്കെ, ആ ഒരു ക്വാഡ്രിലാറ്ററലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ലാറ്റിറ്റ്യൂഡ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിപ്പാർച്ചേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ലാറ്റിറ്റ്യൂഡ്സ് ഇൻ മീറ്റേഴ്സ്, രണ്ടെണ്ണം നോർത്തിങ് ആയിട്ടും രണ്ടെണ്ണം സൗത്തിങ് ആയിട്ടുമാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്പാർച്ചേഴ്സ് രണ്ടെണ്ണം ഈസ്റ്റിങ്ങും രണ്ടെണ്ണം വെസ്റ്റിങ്ങും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് സൈൻ ചേർത്ത് എഴുതണം. അപ്പൊ സൈന് ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നോർത്തിങ് ഒക്കെ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക, സൗത്തിങ് ഒക്കെ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഈസ്റ്റിംഗ് ഒക്കെ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക, വെസ്റ്റിങ്ങുകളെല്ലാം നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് ഇതിനൊന്ന് എഴുതി നോക്കാം. അപ്പൊ നമ്മൾ എഴുതി ഫസ്റ്റ് എ ബി എന്ന ലൈനിന്റെ ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് 214 ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് നോർത്തിങ്. 214 എന്ന് പറയുന്നത് നോർത്തിങ് ആയത് കാരണം നമ്മൾ അതിവിടെ എന്ത് ചെയ്തു? പോസിറ്റീവ് സൈൻ കൊടുത്തു. ദെൻ നമ്മുടെ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് എ പോയിന്റിന്റെ എന്താണ്? 124 ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. ഓക്കെ, അപ്പൊ അതും പോസിറ്റീവ് ആണെന്ന് കൊടുത്തു. ദെൻ ബി സിയുടെ അതേപോലെ തന്നെ എന്തായിരുന്നു? സൗത്തിങ് ആയിരുന്നു. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. ബി സിയുടെ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ഈസ്റ്റിംഗ് ആയിരുന്നു അല്ലെ? അപ്പൊ നമുക്കത് പോസിറ്റീവ് ആയിട്ട് വന്നു. ദെൻ സി ഡിയുടെ സൗത്തിങ് ആണ്, അത് നെഗറ്റീവ് ആണ്. സോ ഡി എയുടെ സൗത്തിങ് അല്ല നോർത്തിങ് ആണ്. സോ അത് പോസിറ്റീവ്. ഓക്കെ, ബാക്കി സി ഡിയുടെയും ഡി എയുടെയും ഡിപ്പാർച്ചേഴ്സ് രണ്ടും വെസ്റ്റിംഗ് ആണ്, അത് രണ്ടും നെഗറ്റീവ് ആയിട്ടും കൊടുത്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് എത്രയാണ്, ടോട്ടൽ ഡിപ്പാർച്ചർ എത്രയാണെന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഒരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ പ്ലോട്ടിങ് എങ്ങനെയാണെന്നുള്ളത് മാത്രമേ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഒരു ഫസ്റ്റ് കോർഡിനേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ട്രാവേഴ്സിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ആ ഒരു സെഷനകത്ത് എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടെ പറയണമെന്ന് മാത്രം. ദെൻ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ആണ്. അപ്പൊ എ എന്ന പോയിന്റിന്റെ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതാണ് 200 100 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. 200 എങ്ങനെയാണ് തന്നിട്ടുള്ളത്? 200 ക്വസ്റ്റ്യനിൽ നോക്കൂ, 200 നോർത്തിങ് ആണ് അല്ലെ? 200 നോർത്തിങ് ആണ്. സോ അത് നമ്മൾ നോർത്തിന്റെ പോർഷനിൽ എഴുതി. ദെൻ അടുത്തത് എന്താണ്? 100 ഈസ്റ്റിംഗ് ആണ്. സോ ഇത് സൗത്ത് അല്ല കേട്ടോ, ഇത് ഈസ്റ്റ് ആണേ. ഈസ്റ്റ് ആണ് കേട്ടോ, സൗത്ത് അല്ലേ, ഈസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് അതും അവിടെ രേഖപ്പെടുത്തി. ദാറ്റ് ഈസ് 100. ദെൻ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി പോയിന്റിന്റെ എന്ത് വേണം? ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് വേണം. അപ്പൊ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രീവിയസ് പോയിന്റിന്റെ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്. ഇപ്പൊ ഞാൻ പറയുന്ന ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് എന്ന് മാത്രമാണ്. ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ്, ഡിപ്പാർച്ചർ ആണെങ്കിൽ ഡിപ്പാർച്ചർ നിങ്ങൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോ ഇപ്പൊ നമുക്ക് എന്തെടുക്കാം? ഡിപ്പാർച്ചറിന്റെ കേസ് എടുക്കാം അല്ലെ? ഫസ്റ്റ് നമുക്ക് ലാറ്റിറ്റ്യൂഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ലാറ്റിറ്റ്യൂഡിന്റെ കേസ് എടുക്കാം.
ഓക്കെ, അപ്പൊ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത്, ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് 200 ആണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ബി എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ബി ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്രീവിയസ് പോയിന്റ്. ഓക്കെ, ദാറ്റ് ഇസ് എ പോയിന്റിന്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് എന്താണ്? 200. Then algebraic sum of latitudes of the line between the two first and last point. Okay, first point and that point. അങ്ങനെ പറയാം അല്ലെ? അതായത് എ ബി ലൈനിന്റെ ലാറ്റിറ്റ്യൂഡ്. സോ 200 പ്ലസ് 214. അപ്പൊ എന്ത് വന്നു? 414 വന്നു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബി പോയിന്റിന്റെ ടോട്ടൽ ഡിപ്പാർച്ചർ. ബി പോയിന്റ് ടോട്ടൽ ഡിപ്പാർച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രീവിയസ് പോയിന്റിന്റെ ടോട്ടൽ ഡിപ്പാർച്ചറിന്റെ കൂടെ നമ്മുടെ എ ബി ലൈനിന്റെ ഡിപ്പാർച്ചർ ആഡ് ചെയ്യുന്നത്. സോ 100 പ്ലസ് 124 ദാറ്റ് ഈസ് 224. അടുത്തത് സി പോയിന്റ്. സി പോയിന്റിന്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് പോയിന്റ് ദാറ്റ് ഈസ് ബി പോയിന്റിന്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡിന്റെ കൂടെ ബി സി എന്ന ലൈനിന്റെ ലാറ്റിറ്റ്യൂഡ് ആഡ് ചെയ്യുന്നത്. സോ 414 മൈനസ് 245. അപ്പൊ എന്ത് വരും? 169 വന്നു. ഈ കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു. ദെൻ ടോട്ടൽ ഡിപ്പാർച്ചർ ഓഫ് ദ ലൈൻ ഓഫ് ദ പോയിന്റ് സി എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് പോയിന്റ് ദാറ്റ് ഇസ് ബിയുടെ ടോട്ടൽ ഡിപ്പാർച്ചറിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ആ ബി സി എന്ന ലൈനിന്റെ ഡിപ്പാർച്ചർ. 224 പ്ലസ് 205. ഓക്കെ, അപ്പൊ എന്ത് വരും? 249 വന്നു. ഇനി ഡി പോയിന്റ്. ഡി പോയിന്റിന്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? 169 മൈനസ് 155. ഓക്കെ, അപ്പൊ 14 വന്നു. ദെൻ ടോട്ടൽ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് 429 മൈനസ് 90. ദെൻ ലാസ്റ്റ് പോയിന്റ് എ പോയിന്റിന്റെ ഒന്നും കൂടെ നമ്മളൊന്ന് റീകാൽക്കുലേറ്റ് ചെയ്യാണ്. ആക്ച്വലി നമുക്ക് എന്ത് തന്നെ കിട്ടണം? 200ഉം 100ഉം തന്നെ കിട്ടണം. അപ്പൊ എന്ത് വരും? 14 പ്ലസ് 184 ദാറ്റ് ഈസ് 200. 339 minus 239 that is 100. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ഓഫ് ദ ട്രാവേഴ്സ് എ ബി സി ഡി എ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഈ കോർഡിനേറ്റുകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ട് ആ ട്രാവേഴ്സ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. സോ നോർത്തിങ് എല്ലാം പോസിറ്റീവ് ആണ്, സൗത്തിങ് എല്ലാം നെഗറ്റീവ് ആണ്. അപ്പം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എല്ലാ കോർഡിനേറ്റുകളും എന്താണ്? പോസിറ്റീവ് ആണ്. ദാറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റുകളെല്ലാം നമുക്ക് കിട്ടിയത് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒറ്റ ക്വാഡ്രന്റ് വരച്ചാൽ മതി. ഫസ്റ്റ് ക്വാഡ്രന്റ് നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റ് മാത്രം നമുക്ക് റെപ്രസെന്റ് ചെയ്താൽ മതി. അതിനകത്ത് നമ്മൾ എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 0 തൊട്ട് 500 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏത്? ലാറ്റിറ്റ്യൂഡ്. കാരണം ലാറ്റിറ്റ്യൂഡിന്റെ മാക്സിമം വാല്യൂ എത്രയാ നോക്കാം. ലാറ്റിറ്റ്യൂഡിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 414 ആണ്. അപ്പൊ നമുക്കൊരു 500 വരെയെങ്കിലും അടയാളപ്പെടുത്താം. ദെൻ ഡിപ്പാർച്ചറിന്റെ മാക്സിമം ലൈനും ഒരു 429 ആണ് വരുന്നത്. സോ അതും ഒരു 500 വരെ തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് നമുക്ക് അടയാളപ്പെടുത്താം 200, 100. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വൈ കോർഡിനേറ്റ് ആയിരിക്കും 200 അല്ലെ? ഇതല്ലേ നമ്മുടെ ഡിപ്പാർച്ചർ. ഇത് ലാറ്റിറ്റ്യൂഡ്, ഇത് ലാറ്റിറ്റ്യൂഡ്, ഇത് ഡിപ്പാർച്ചർ. അപ്പൊ വൈ കോർഡിനേറ്റ് ആണ് 100. ഇത് വൈ കോർഡിനേറ്റും ഇത് എക്സ് കോർഡിനേറ്റും ആണ്. ഓക്കെ, ഡിപ്പാർച്ചേഴ്സ് ഒക്കെ എക്സ് കോർഡിനേറ്റ് അല്ലേ? കാരണം നമ്മളത് മെറീഡിയന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. നമ്മൾ മെറീഡിയന് പെർപെൻഡിക്കുലർ ആയിട്ട്. സോ അതെന്താണ്? എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പൊ നമുക്ക് 200 വൈയില് ഫസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുക. ദെൻ 100 ഓൺ എക്സ് കോർഡിനേറ്റ്. അപ്പൊ നമുക്ക് എന്ത് വരും? എക്സ് കോർഡിനേറ്റിനകത്ത് നമ്മൾ 100 അടയാളപ്പെടുത്തുക. ദെൻ വൈ കോർഡിനേറ്റിനകത്ത് 200. രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റിന്റെ അവിടെ
എ എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കൂ. സെക്കൻഡ് പോയിന്റ് എന്താണ്? 414 224. അതായത് 224 ആണ് എക്സ് കോർഡിനേറ്റ്, 224 415. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 224, ദെൻ മറ്റേത് 414, വൈ കോർഡിനേറ്റ് 414. അപ്പൊ നമ്മൾ ബി പോയിന്റ് രണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് സി പോയിന്റ് 169 429. അപ്പോൾ 429 നമുക്ക് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് 169, 429 ഇവിടെ, ഇത് 169, അതായത് 150 കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ആയിട്ട് വരും. അത് നമ്മൾ അടയാളപ്പെടുത്തി സി പോയിന്റ്. ഇനി ഡി പോയിന്റ് എത്രയാണ്? ഡി പോയിന്റ് എന്ന് പറയുന്നത് 339 എക്സ് വൈ 14, അതാ വൈ 14 ആണ്. കണ്ടോ ഇവിടെ 0 വരുന്നുണ്ട്. ഓക്കെ, ദെൻ മറ്റേ 339. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 339, 300 കഴിഞ്ഞ് 350 ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ 4 പോയിന്റ്സ് മാർക്ക് ചെയ്തു. 4 പോയിന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിച്ച് നമ്മൾ ലൈൻസ് വരയ്ക്കും. സ്ട്രൈറ്റ് ലൈൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് വെച്ചിട്ട് ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്തു. ഇനി ഈ ട്രാവേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു അല്ലെ? അപ്പോൾ ഓരോ ട്രാവേഴ്സിന്റെ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യാനും അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനും ഒക്കെ നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ ഞാനൊന്ന് പറയാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ. ഞാനൊന്നും കൂടെ ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്നുകൂടെ പറയാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏരിയ കാൽക്കുലേഷൻ ആണ് പറഞ്ഞത് അല്ലേ? ഏരിയ കാൽക്കുലേഷൻ യൂസിങ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏരിയ ബൈ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്കിനി അടുത്ത് പറയാനുള്ളത് ഏരിയാസ് ഫ്രം ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് DMD, ദെൻ ഏരിയ ഫ്രം ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ടോട്ടൽ ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ഇത് കേട്ടവരും ഒന്നും കൂടെ കേൾക്കുക, നമുക്ക് വേഗം ഒന്ന് ഓടിച്ചു പോവാം. ഫസ്റ്റ് നമുക്ക് ഏതായാലും അതിലെ 3 മെത്തേഡും ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റിന് നമ്മൾ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? പ്രൊസീജിയർ ഒന്നും പറയുന്നില്ല, അതിന്റെ പ്രോബ്ലം നമുക്കൊന്ന് പറയാം. അപ്പൊ പ്രൊസീജിയർ എന്തൊക്കെയാ നമുക്കറിയാലോ. ഫസ്റ്റ് നമ്മൾ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ആ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സിനെ ഈ താഴെ പറഞ്ഞ പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ദെൻ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓൾജിബ്രായിക് സമ്മാണ് കണ്ടുപിടിക്കുന്നത്. ആ ഓൾജിബ്രായിക് സമ്മിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഏരിയ കണ്ടുപിടിക്കുന്നു. അതായത് നമുക്ക് കിട്ടുന്ന ഓൾജിബ്രായിക് സം എന്ന് പറയുന്നത് ട്വൈസ് ദ ഏരിയ ആയിരിക്കും. നമുക്ക് കിട്ടേണ്ടത് ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്ത് നമുക്ക് ആ പ്ലോട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കാം. സോ നമ്മളിപ്പോ എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ. അപ്പൊ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? അതിന്റെ ഏരിയയും കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് നമ്മൾ എക്സ് ആൻഡ് വൈനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ആദ്യം വൈ കോർഡിനേറ്റുകൾ എല്ലാം ഇങ്ങനെ മുകളിൽ എഴുതി, താഴെ എക്സ് കോർഡിനേറ്റുകൾ ഇങ്ങനെ എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. y1 into x2 plus y2 into x3 plus y3 into x4 plus എക്സെട്ര പ്ലസ് എന്ത് വരും? ഇത് ലാസ്റ്റ് yn into y1 എന്നും കൂടി വരും. കാരണം നമ്മൾ ലാസ്റ്റ് ഇവിടെ ഒരു y1 കൂടെ റെപ്രസെന്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ y1 ഇവിടെ x1. ഓക്കെ, അപ്പൊ ലാസ്റ്റ് yn into x1 കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യും. ദെൻ മൈനസ് ആ പ്രോഡക്റ്റ് മൈനസ് എന്ത് വരും? x1 into y2 plus x2 into y3 plus x3 into y4 എക്സെട്ര പ്ലസ് xn into y1. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ഡബിൾ ഏരിയ കിട്ടും. ദെൻ നമ്മൾ അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പ്രോബ്ലം ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഞാൻ ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്
ഒന്ന് ഇങ്ങനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ എ ബിയുടെ നേരെ എ ബി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ എ ബിയുടെ രണ്ട് തെറ്റത്തായിട്ട് എ ആൻഡ് ബി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിയുടെ പ്രീവിയസ് പോയിന്റ് എന്ന് പറയുമ്പോൾ എ ആയിട്ട് എടുക്കാം. ദെൻ എ ബി എന്ന് പറയുന്നത് ലൈൻ ആണ്. ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേഷൻസ് ആണ്. സോ നമ്മളത് ഇങ്ങനത്തെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കുറവായി കിട്ടും. അത് കാരണമാണ് ഞാനിത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തത്. നിങ്ങൾ നോട്ട്ബുക്കിൽ ചിലപ്പോൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് ഇങ്ങനെ ആക്കി എഴുതാൻ നോക്കുക. അല്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതാണ് സുഖമെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ എ ബി എന്ന ലൈനിന്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമ്മൾ കണ്ടു. ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമ്മളിവിടെ കണ്ടിരിക്കുന്നത് എന്താണ്? ഓൾജിബ്രായിക് സം ഓഫ് ഡിപ്പാർച്ചേഴ്സ് ആണ്, ഓഫ് എൻഡ് പോയിന്റ്സ്. ഓക്കെ, നമ്മൾ എ ബി എന്ന ലൈനിന്റെ എ പോയിന്റിന്റെയും ബി പോയിന്റിന്റെയും ലാറ്റിറ്റ്യൂഡ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഓൾജിബ്രായിക് സം എന്നാ പറയാ. ഓക്കെ, ഓൾജിബ്രായിക് സം ഓഫ് എ ആൻഡ് ബി, അതാണ് ഇവിടെ എ ബി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ലാറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഡിപ്പാർച്ചേഴ്സ് ആണെങ്കിലും അത് ഓൾജിബ്രായിക് സമ്മുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് ഓഫ് എ ആണ്. ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് ഓഫ് എ. അപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിക്കേണ്ടി വരും. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡിപ്പാർച്ചർ ആഡ് ചെയ്യുക. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ നമുക്കത് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്റെ കോർഡിനേറ്റ് നമുക്ക് എപ്പോഴും തന്നിട്ടുണ്ടായിരിക്കും, കാരണം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് ഓഫ് ഫസ്റ്റ് പോയിന്റ് ഇസ് ഗിവൺ, ദാറ്റ് ഇസ് 100, 200. ഓക്കെ, അപ്പൊ 100, 200. ഇപ്പൊ നമുക്ക് കോർഡിനേറ്റ് ആയിട്ട് 100, 200 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതിനകത്ത് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 100 ആണ്, ദാറ്റ് ഇസ് ടോട്ടൽ ഡിപ്പാർച്ചർ. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 200 ആണ്, ദാറ്റ് ഇസ് ടോട്ടൽ ലാറ്റിറ്റ്യൂഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, രണ്ടും കൂടെ മാറി നിങ്ങൾ ആഡ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ നമുക്ക് എ പോയിന്റിന്റെ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുണ്ട്. ബി പോയിന്റിന്റെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ബി പോയിന്റിന്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ഫസ്റ്റ് പോയിന്റ് അല്ലെ, ഫസ്റ്റ് പ്രീവിയസ് പോയിന്റ് എന്ന് പറയാം. പ്രീവിയസ് പോയിന്റ് എന്ന് പറയുമ്പോൾ 100 പ്ലസ് algebraic sum of the departures of first and last point. So എന്ത് വരും? എ ബിയുടെ algebraic sum പറയുന്നത്. സോ പ്ലസ് 154, അപ്പൊ 254 എന്ന് വന്നു. ദെൻ അതേപോലെ തന്നെ 200 പ്ലസ് 154, 200 പ്ലസ് മൈനസ് 157, ദാറ്റ് ഇസ് 42.8. ഇങ്ങനത്തെ അബദ്ധം പറ്റരുത് കേട്ടോ. ദെൻ നമുക്ക് അടുത്തത് സി പോയിന്റ്. സി പോയിന്റ് എന്ന് പറയുമ്പോൾ 254.8 പ്ലസ് 210, that is 307.3. ഓക്കെ, അതേപോലെ തന്നെ 42.8 പ്ലസ് 52.5, that is 253.3. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാ പോയിന്റിന്റെയും ടോട്ടൽ ലാറ്റിറ്റ്യൂഡും ടോട്ടൽ ഡിപ്പാർച്ചേഴ്സും കണ്ടുപിടിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഇങ്ങനെ ഒരു ഫോമിലാക്കി എഴുതുന്നു. അത് നമുക്ക് ഇവിടുന്ന് തന്നെ ഇങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ. ഇവിടുന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. 100 into 42 minus plus 254.8 into 253.3, 307.3 plus into 428.7. അങ്ങനെ നമ്മൾ ഇതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 200 into 254.8, 42.8 into 307.3 plus 254.3 into 209 പ്ലസ് ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടിന്റെയും പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിപ്പോ ഫസ്റ്റ് നിങ്ങൾ ഈ പോയിന്റ് തമ്മിൽ ആഡ് ചെയ്തതാണ് എഴുതിയതെങ്കിലും പിന്നെ അതിന്നാണ് ഇത് മൈനസ് ചെയ്തതെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം നമ്മളവിടെ മൈനസ് എടുക്കാതിരുന്നാൽ മതി. ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റിന് ലാസ്റ്റ് കിട്ടുന്ന ഒരു ആൾജിബ്രായിക് സമ്മില്ലേ, അതിനകത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട? മൈനസ് എടുക്കണ്ട. അപ്പൊ ഏത് തരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 82,438.21 വന്നു. ദെൻ അതിന്റെ ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 41,219.
ഓക്കെ, അപ്പൊ നമുക്ക് ഏരിയ അങ്ങനെ കിട്ടി. ഇനി നമുക്ക് അടുത്ത പോയിന്റ്, ഏരിയ ഫ്രം ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ്. ഒരു ലൈനിന്റെ മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈനിന്റെ മിഡ് പോയിന്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള റെഫറൻസ് മെറിഡിയനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മെറിഡിയൻ ഡിസ്റ്റൻസസ്. എന്താ പറഞ്ഞത്? ഒരു ലൈൻ, ആ ലൈൻ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റെഫറൻസ് മെറിഡിയൻ, ആ റെഫറൻസ് മെറിഡിയനിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രാവേഴ്സ് ലൈൻ, ദാറ്റ് ഇസ് എ ബിയിലെ മിഡ് പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മെറിഡിയൻ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈനിന്റെ മെറിഡിയൻ ഡിസ്റ്റൻസുകളുടെ ഓൾജിബ്രായിക് സം. ഓക്കെ, അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ദെൻ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ ഒന്ന് റെപ്രസെന്റ് ചെയ്തു എന്നേ ഉള്ളൂ. എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, എ ബി എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. ആ മിഡ് പോയിന്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്ത റെഫറൻസ് മെറിഡിയനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിനെയാണ് മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓൾജിബ്രായിക് സം ഓഫ് ദ മെറിഡിയൻ ഡിസ്റ്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാ നമ്മൾ ഇതൊക്കെ പറയുന്നത്? ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു പോയിന്റിന്റെ, ഒരു ലൈനിന്റെ ഡി എം ഡി കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അപ്പൊ ഇതിനകത്തും ഫസ്റ്റ് ലൈനിന്റെ ഡി എം ഡി എന്ന് പറയുന്നത് ഡിപ്പാർച്ചർ ഓഫ് ദാറ്റ് ലൈൻ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പൊ എ ബി എന്ന ലൈനിന്റെ ഡി എം ഡി എന്ന് പറയുന്നത് ആ എ ബി എന്ന ലൈനിന്റെ ഡിപ്പാർച്ചർ എത്രയാണോ നമുക്ക് കിട്ടിയത് അത് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഡി എം ഡി ഓഫ് ഈച്ച് സക്സീഡിങ് ലൈൻ. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി കഴിഞ്ഞു, ബി സിയുടെ എന്താണ്? ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡി എം ഡി ഓഫ് ഈച്ച് സക്സീഡിങ് ലൈൻ is equal to the DMD of the preceding line plus departure of the preceding line plus the departure of that line itself. Okay, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി നമ്മളിപ്പോൾ ഓൾറെഡി അസ്യൂം ചെയ്തു. എ ബിയുടെ ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ബിയുടെ ഡിപ്പാർച്ചർ ഇറ്റ്സെൽഫ്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സിയുടെ ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ബിയുടെ ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ്. അതാണ് ഫസ്റ്റ് പറഞ്ഞത്, നമ്മുടെ പ്രീസീഡിങ് ലൈനിന്റെ എന്ത്? ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ എ ബിയുടെ ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് പ്ലസ് എ ബിയുടെ ഡിപ്പാർച്ചർ. ഓക്കെ, അതാണ് സെക്കൻഡ്, ഡിപ്പാർച്ചർ ഓഫ് ദ പ്രിസീഡിങ് ലൈൻ. ഓക്കെ, ദെൻ എന്ത്? ബി സിയുടെ ഡിപ്പാർച്ചർ. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? പ്രിസീഡിങ് ലൈനിന്റെ ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസിന്റെ കൂടെ ആ ലൈനിന്റെ തന്നെ ഡിപ്പാർച്ചർ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടേണ്ട ലൈനിന്റെ ഡിപ്പാർച്ചറും കൂടെ കൂട്ടാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? പ്രിസീഡിങ് ലൈനിന്റെ ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് പ്ലസ് അതിന്റെ ആ ലൈനിന്റെ തന്നെ ഡിപ്പാർച്ചർ പ്ലസ് നമുക്ക് കിട്ടേണ്ട ലൈനിന്റെ ഡിപ്പാർച്ചർ. ഓക്കെ, അപ്പൊ നമുക്കിത് ഒന്നും കൂടെ പറയാം ഒരു പ്രോബ്ലത്തിലൂടെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. Then double meridian distance of the last line is numerically equal to the departure of that line but opposite sign. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നമുക്ക് വരുന്ന ലൈൻ ഡി എ ആണെന്ന് വിചാരിക്കൂ. ഡി എന്റെ ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി എ എന്ന ലൈനിന്റെ ഡിപ്പാർച്ചർ തന്നെ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് എല്ലാ ലൈനിന്റെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ലാറ്റിറ്റ്യൂഡും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഓൾജിബ്രായിക് സമ്മ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഡബിൾ ഓഫ് ദാറ്റ് ഏരിയ ആയിരിക്കും. ആ ട്രാവേഴ്സിന്റെ ഏരിയയുടെ ഡബിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ദ ട്രാവേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, മൾട്ടിപ്ലൈ ഈച്ച് DMD by the latitudes of that line. Find the algebraic sum of these products and the algebraic sum gives the twice the area. Then sum divided by 2 is equal to the area of the traverse. അപ്പൊ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. പക്ഷെ നമുക്ക് കിട്ടുന്ന ഓൾജിബ്രായിക് സം എന്ന് പറയുന്നത് നമ്മൾ സൈൻ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ കൺസിഡർ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ്. ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഡിപ്പാർച്ചേഴ്സ് ഓഫ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ആർ ഗിവൺ ബിലോ, കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദ ട്രാവേഴ്സ്. അപ്പൊ നമുക്ക് ലൈൻസ് തന്നിട്ടുണ്ട് എ ബി ബി സി സി ഡി ഡി എ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ്. അതിനകത്ത് നോർത്തിങ്ങുകളും സൗത്തിങ്ങുകളും തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ലാറ്റിറ്റ്യൂഡ്. ദെൻ ഈസ്റ്റിങ്ങുകളും വെസ്റ്റിങ്ങുകളും തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? ഡിപ്പാർച്ചർ ആയിരിക്കും, ആണല്ലോ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഫസ്റ്റ് നമുക്ക് ഇതിന്റെ DMD കണ്ടുപിടിക്കാം.
ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസസ്. അപ്പൊ നമുക്ക് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആയിട്ട് എഴുതി അതിനകത്ത് സൈൻ റെപ്രസെന്റ് ചെയ്തിട്ടൊന്ന് കോളം മാറ്റി എഴുതാം. അപ്പൊ നമ്മളിവിടെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും സൈൻ തിരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് രണ്ടെണ്ണം സൗത്തിങ് ആയിരുന്നു, അപ്പൊ നമ്മൾ നെഗറ്റീവ് എന്ന് എഴുതി. ദെൻ ബാക്കി രണ്ടെണ്ണം പോസിറ്റീവ് ആയിരുന്നു, അതെന്തായിരുന്നു, അത് നോർത്തിങ് ആയിരുന്നു, അതുകൊണ്ടാണ് പോസിറ്റീവ് എന്ന് കൊടുത്തത്. ദെൻ ഡിപ്പാർച്ചർ ഫസ്റ്റത്തെ രണ്ടെണ്ണം ഈസ്റ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് കൊടുത്തു. ബാക്കി രണ്ടെണ്ണം വെസ്റ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു. ദെൻ DMD ഓഫ് ദ ഫസ്റ്റ് ലൈൻ AB is equal to departure of that line itself, that is plus 154.8. അതാണ് 154.8 എന്ന് വന്നത്. ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? DMD ഓഫ് ദ സെക്കൻഡ് ലൈൻ, ദാറ്റ് ഇസ് BCയുടെ DMD എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? പ്രീവിയസ് ലൈനിന്റെ DMD, ദാറ്റ് ഇസ് 154.8. ദെൻ പ്രീവിയസ് ലൈനിന്റെ ഡിപ്പാർച്ചർ, ദാറ്റ് ഇസ് 150.4 പ്ലസ് കറണ്ട് ലൈനിന്റെ ഡിപ്പാർച്ചർ. ഓക്കെ, ദാറ്റ് ഇസ് 52.5. അപ്പൊ എന്ത് വരും? 154.8 പ്ലസ് 154.8 പ്ലസ് 52.5, ദാറ്റ് ഇസ് 362.1. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ദെൻ നമ്മള് അടുത്ത പോയിന്റ് CD-യുടെ ഡിപ്പാർച്ചർ എന്തായിരിക്കും നോക്കൂ. പ്രീവിയസ് ലൈനിന്റെ DMD പ്ലസ് പ്രീവിയസ് ലൈനിന്റെ ഡിപ്പാർച്ചർ പ്ലസ് കറണ്ട് ലൈനിന്റെ ഡിപ്പാർച്ചർ. സോ എന്തൊക്കെ വരും? 362.1 പ്ലസ് 52.5 പ്ലസ് മൈനസ് 98.3, അപ്പോൾ 316.3 എന്ന് വന്നു. ഇനി നമുക്ക് DA ലാസ്റ്റ് ലൈൻ. ഓക്കെ, അപ്പൊ അതെന്ത് വരും? 316.3 പ്ലസ് മൈനസ് 98.3 മൈനസ് 109. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വന്നു? 109 വന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ലൈനിന്റെ DMD എന്ന് പറയുന്നത് ആ ലൈനിന്റെ ഡിപ്പാർച്ചർ തന്നെ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അങ്ങനെയല്ലേ ഇപ്പൊ വന്നത്? കാരണം DAയുടെ DMD എന്ന് പറയുന്നത് നമുക്ക് 109 വന്നു. അപ്പൊ നോക്കുമ്പോൾ ഡിപ്പാർച്ചർ ഓഫ് ലൈൻ DA is also minus 109. ഓക്കെ, മൈനസ് ഉണ്ട് കേട്ടോ. സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കുന്നേ ഉള്ളൂ, പക്ഷെ എന്തായിരിക്കും? ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും. അതൊരു ചെക്കും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ആ പ്രൊസീജിയർ ഒന്ന് കൃത്യമായിട്ട് കൊടുത്തതാണ്. അപ്പൊ നിങ്ങളിത് എന്തായാലും നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ വൃത്തിയായിട്ട് എഴുതുക. ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ DMDയുടെ കൂടെ നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് 154.8 ഇൻറ്റു മൈനസ് 157.2. അപ്പൊ നമുക്ക് എന്ത് വരും? മൈനസ് സൈൻ ശ്രദ്ധിക്കണം, മൈനസ് 24,334.56. ദെൻ അടുത്ത പോയിന്റ് 362.1 ഇൻറ്റു 210.5, സോ 76,222.05. ഓക്കെ, അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ സൈനും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളിത് എല്ലാം കൂടെ സം ചെയ്യുക. ഓക്കെ, ആൾജിബ്രായിക് സമ്മാണ് ചെയ്യുന്നത്, മൈനസും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സൈനും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആൾജിബ്രായിക് സം കണ്ടു. അതെ, ആൾജിബ്രായിക് സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ സൈൻ കൺസിഡർ ചെയ്യണമെന്നാണ്. ദെൻ നമുക്ക് എന്ത് കിട്ടി? 82,438.2. അപ്പൊ നമുക്കറിയാം അതിന്റെ ഹാഫ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അതായിരിക്കും നമ്മുടെ ട്രാവേഴ്സിന്റെ കറക്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്തു. സോ വി ഗെറ്റ് 41,219.105. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമുക്ക് മൈനസ് ആണ് വന്നതെങ്കിലും നമ്മൾ ഏരിയ ആയതുകൊണ്ട് ആ മൈനസ് സൈൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഏരിയ ഫ്രം ദ ഡിപ്പാർച്ചേഴ്സ് ആൻഡ് ടോട്ടൽ ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഇത് ഒരു കേസിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേഷൻ നമ്മൾ റെഫറൻസ് സ്റ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ എ സ്റ്റേഷൻ ആണെങ്കിൽ എ സ്റ്റേഷനാണ് നമ്മൾ സാധാരണ ഇനീഷ്യൽ പോയിന്റ് എടുക്കുന്നത്. അപ്പോൾ എ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? റെഫറൻസ് സ്റ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ നമുക്ക് എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫൈൻഡ് ദ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ഈച്ച് സ്റ്റേഷൻ ഓൺ ദ ട്രാവേഴ്സ്. ഫൈൻഡ് ദ ആൾജിബ്രായിക് സം ഓഫ് ദ ഡിപ്പാർച്ചേഴ്സ് ഓഫ് ദ 2 ലൈൻസ് മീറ്റിംഗ് അറ്റ് ദാറ്റ് സ്റ്റേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു ലൈന് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന AB ആണ്. AB യുടെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ്
എല്ലാ ലൈനിന്റെയും ടോട്ടൽ ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് എ ബിയുടെ ടോട്ടൽ ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ബി സി സി ഡി എല്ലാ ലൈനിന്റെയും ടോട്ടൽ ആറ്റിറ്റ്യൂഡ് ഫസ്റ്റ് കണ്ടുപിടിക്കാം. ദെൻ ഫൈൻഡ് ദ ആൾജിബ്രായിക് സം ഓഫ് ദി ഡിപ്പാർച്ചേഴ്സ് ഓഫ് ദി ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് എ പോയിന്റ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തു. ദെൻ നമുക്ക് ബി പോയിന്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ബി പോയിന്റ് എന്ന് പറയുമ്പോൾ ബി ഇവിടെ എ ബി ഉണ്ടായിരിക്കും, ഇവിടെ എ ഉണ്ടായിരിക്കും, ഇവിടെ ബി, ഇവിടെ സി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് ഡിപ്പാർച്ചർ ആണ്. ആൾജിബ്രായിക് സം ഓഫ് ഡിപ്പാർച്ചേഴ്സ് മീറ്റിംഗ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് ബി ആണെങ്കിൽ ബിയിൽ ഏതൊക്കെ പോയിന്റ് വന്ന് മീറ്റ് ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ ആൾജിബ്രായിക് സം ഓഫ് ഡിപ്പാർച്ചേഴ്സ്. അപ്പോൾ എന്തൊക്കെ വരും? എ ബിയുടെ ഡിപ്പാർച്ചർ പ്ലസ് ബി സിയുടെ ഡിപ്പാർച്ചർ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ സി പോയിന്റിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വരും? ബി സിയും സി ഡിയും. ബി സിയുടെ ഡിപ്പാർച്ചർ പ്ലസ് സി ഡിയുടെ ഡിപ്പാർച്ചർ. ഡി പോയിന്റിന്റെ അനുസരിച്ച് എന്ത് വരും? സി ഡിയുടെ ഡിപ്പാർച്ചർ പ്ലസ് ഡി എ ഡിപ്പാർച്ചർ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലൈൻ ആൻഡ് സെക്കൻഡ് ലൈൻ ആ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന രണ്ട് ലൈൻസിന്റെ ഡിപ്പാർച്ചേഴ്സിന്റെ ആൾജിബ്രായിക് സം. ഓക്കെ, ദെൻ അതും ടോട്ടൽ ആറ്റിറ്റ്യൂഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. അതിന്റെ ആൾജിബ്രായിക് സം ആണ്. അത് നമുക്ക് തരുന്നത് ട്വൈസ് ദ ഏരിയ ആയിരിക്കും. ദെൻ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ ഏരിയ കിട്ടും. സോ മൾട്ടിപ്ലൈ തേർഡ് പോയിന്റ് നോക്കൂ. മൾട്ടിപ്ലൈ ദ total attitude of each station by corresponding algebraic sum of the departures. Find the algebraic sum of these products. This sum gives the twice the area of the traverse. Then half of the sum gives the required area. Okay, അപ്പോൾ എല്ലാവരും അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ അറ്റൻഡൻസുകൾ താഴെ കൊടുക്കുക, റോൾ നമ്പേഴ്സ് താഴെ കൊടുക്കുക. ഇത് നിങ്ങൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് കൺസിഡർ ചെയ്യില്ല. സോ നിങ്ങൾ അറ്റൻഡൻസ് ഇപ്പൊ കൊടുക്കുക. 5 മിനിറ്റിന്റെ ഉള്ളിൽ അറ്റൻഡൻസ് ഇട്ടവർക്ക് മാത്രമേ അറ്റൻഡൻസ് തരുള്ളൂ. അപ്പൊ നിങ്ങൾ 5 മിനിറ്റിന്റെ ഉള്ളിൽ അറ്റൻഡൻസ് ഒന്ന് ഇടുക. ഓക്കെ, ദെൻ ആ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു കേസിന്റെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ലാറ്റിറ്റ്യൂഡ്സിനും ഡിപ്പാർച്ചേഴ്സിനും വിത്ത് റെസ്പെക്ട് ടു സൈൻ വെച്ചിട്ട് നമ്മൾ എഴുതി. ദെൻ സ്റ്റേഷൻസ് അടയാളപ്പെടുത്തി. ഇപ്പൊ സ്റ്റേഷൻസ് അടയാളപ്പെടുത്തിയത് നമ്മൾ എപ്പോഴും സ്റ്റേഷൻസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കേസുകളിൽ നമ്മൾ ഇങ്ങനെ തന്നെ അടയാളപ്പെടുത്തുക കേട്ടോ. എ ബി എന്ന സ്റ്റേഷൻ ഏതിന്റെയൊക്കെ ഇടയ്ക്ക് വരും? എ ബി ഡിയും ബി സി ഡി അല്ലെ. അപ്പൊ നമുക്ക് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ബി എന്നുള്ള സ്റ്റേഷൻ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ വിട്ടിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ആക്ച്വലി ഇവിടെ തന്നിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സും ഡിപ്പാർച്ചേഴ്സും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും എന്താണ്? ലൈൻ എ ബിയുടെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ആണ്. നമുക്ക് വേണ്ടത് സ്റ്റേഷൻസിന്റെ ആണ്. ഓക്കെ, സ്റ്റേഷൻസിന്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ആൾജിബ്രായിക് സം ഒക്കെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എഴുതിയത്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബി എന്ന സ്റ്റേഷന്റെ ഫസ്റ്റ് സ്റ്റേഷൻ നമ്മൾ റെഫറൻസ് സ്റ്റേഷൻ ആയിട്ട് എടുത്തല്ലോ. അപ്പൊ നമ്മൾ ബി എന്ന സ്റ്റേഷന്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ എന്താണ്? total latitude of the first station is equal to total latitude of the line itself. അപ്പൊ എന്താണ്? ബി സ്റ്റേഷന്റെ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ബിയുടെ ലാറ്റിറ്റ്യൂഡ് തന്നെയാണ്. സോ 157.2 മൈനസ് 157.2. ദെൻ സി എന്ന പോയിന്റിന് എന്ത് വരും? മൈനസ് 157.2 പ്ലസ് 210.5. സോ 53.3 എന്ന് വന്നു. ദെൻ ഡിയുടെ എന്ത് വരും? 53.3 plus 175.4. Then നമുക്ക് എന്ത് വന്നു? 228.7 വന്നു. Then അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. അപ്പൊ അതിന്റെ എ പോയിന്റിന്റെ എന്ത് വരും? പ്ലസ് 228.7 മൈനസ് 228.7 ദാറ്റ് ഇസ് 0. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾജിബ്രായിക് സം ഓഫ് ദ അഡ്ജോയിന്റ് ഡിപ്പാർച്ചേഴ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബി എന്ന സ്റ്റേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഏതൊക്കെ ലൈൻസ് വരും? ആ സ്റ്റേഷനിൽ വന്ന് ജോയിൻ ചെയ്യുന്ന രണ്ട് ലൈൻസ് ഏതൊക്കെയാണ്? എ ബി ബി സി. അപ്പോൾ ഡിപ്പാർച്ചേഴ്സ് ഓഫ് ദ അഡ്ജോയിനിങ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഇവിടെ എ ബി ഡിയും ബി സി ഡിയും കിടക്കുന്നത് പ്ലസ് 154.8 പ്ലസ് 52.5 ആണ്. അപ്പൊ എന്ത് വരും? 154.8 പ്ലസ് 52.5. ഓക്കെ, അതാണ് നമ്മൾ 207.3 എന്ന് എഴുതിയത്. ഇനി സി സ്റ്റേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ സി എന്ന സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്ന രണ്ട് ലൈനുകൾ ഏതൊക്കെയാണ്? ബി സിയും സി ഡിയും അല്ലെ. അപ്പൊ എന്ത് വരും? 52.5 മൈനസ് 98.3. അപ്പോ മൈനസ്
45.8 എന്ന് വന്നു. ദെൻ അതേപോലെ തന്നെ ഡിയുടെ ഏതൊക്കെയാ വരിക? ഡി എന്ന് പറയുമ്പോൾ സി ഡി ഡി എ. അപ്പോൾ -98.3 മൈനസ് 109.0. അപ്പൊ എന്ത് വന്നു? -207.3 എന്ന് വന്നു. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഡി എയും വരും, എ ബിയും വരും. അപ്പൊ എന്ത് വരും? -109.0 പ്ലസ് 154.8. അപ്പൊ 45 എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ഓൾജിബ്രായിക് സം. അത് ഇതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, അതിന്റെ ഓൾജിബ്രായിക് സം. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഇൻറ്റു ഓൾജിബ്രായിക് സം ഓഫ് ദ അഡ്ജോയിനിങ് ഡിപ്പാർച്ചേഴ്സ്. അതായത് -157.2 ഇൻറ്റു 207.3. അപ്പൊ എന്ത് വരും? -32,587.56. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. സൈനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും എഴുതാൻ. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം മൈനസ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ തീർച്ചയായിട്ടും മൈനസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ മൈനസ് കൺസിഡർ ചെയ്യേണ്ട, ബിക്കോസ് ഇറ്റ് ഇസ് എൻ ഏരിയ. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് കൺസിഡർ ചെയ്യേണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റെപ്പുകളെല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റെപ്പുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ ഇവിടെ എഴുതാട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ഇത് എങ്ങനെയാണ് അഡ്ജോയിനിങ് ഡിപ്പാർച്ചേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റെപ്പ് നിങ്ങളിവിടെ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആയിരിക്കും. ദെൻ ആൾജിബ്രായിക് സമ്മ് നമുക്ക് എന്ത് കിട്ടി? -82,438.21 എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്തറിയാം? അതിന്റെ ഹാഫ് ആയിരിക്കും നമ്മുടെ ഒറിജിനൽ ഏരിയ ഓഫ് ദ ട്രാവേഴ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന് ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് 41,219.1 എന്ന് വന്നു. അപ്പോൾ അത്രയും മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഇസ് നോട്ട് ഹാവിങ് ആൻ ഇമ്പോർട്ടൻസ് ഇൻ റിഗാർഡിംഗ് ദ ഏരിയ. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് സൈൻ ഉൾപ്പെടുത്താതിരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇത് 2019 ഒക്ടോബറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ബി പാർട്ട് ആയിരുന്നു, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബി പാർട്ട് മീൻസ് 10 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. തിയറി ആയിരുന്നു, നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള തിയറിനെ. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ 2019 ആൻഡ് 18 ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കംപ്ലീറ്റ് പ്രോബ്ലംസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോട്ട്സ് നന്നായിട്ട് തന്നെ പഠിക്കണം. കാരണം എക്സാമിനകത്ത് നിങ്ങൾക്ക് അത്രയാണ് വരുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും അറ്റൻഡൻസ് എൻറ്റർ ചെയ്ത് നിർത്തിക്കോ. ഇനി ആരും അറ്റൻഡൻസ് എൻറ്റർ ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാം. നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ക്വാഡ്രിലാറ്ററൽ ABCD, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് of the in a quadrilateral ABCD, the coordinates of the points are as follows. Find the area of the figure. Okay, അപ്പൊ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈസ്റ്റിങ്ങും നോർത്തിങ്ങും ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈസ്റ്റിങ് എന്താണ്? ഇത് നമ്മുടെ ഡിപ്പാർച്ചർ ആണ്, ഇത് ലാറ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എളുപ്പം ഫസ്റ്റ് മെത്തേഡ്, കോർഡിനേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണെന്ന് അല്ലേ? കോർഡിനേറ്റ് മെത്തേഡ് അല്ലേ സുഖം? ഇതെന്ത് ചെയ്താൽ മതി? വെറുതെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0 ഇൻറ്റു -893.8, 0 ഇൻറ്റു 728.8, ദെൻ 634.8 ഇൻറ്റു 699.3 അല്ലേ? പിന്നെ ഇതിന്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇവിടെ തന്നിട്ടുള്ള 2 സീറോസ്, അതും കൂടെ നമ്മളിവിടെ എടുത്തെഴുതണം. ഓക്കെ, അതും കൂടെ ഇവിടെ എടുത്തെഴുതണം. അത് മറക്കരുത് കേട്ടോ. കാരണം ഇത് നമ്മളിപ്പോ എന്താണ്, ഡി അല്ലേ? അപ്പൊ നമ്മളിതിനെ x1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദിസ് ഇസ് x1, ദിസ് ഇസ് x2. എന്റെ മൗസ് അത്ര ഇതാകുന്നില്ല കേട്ടോ. x3, x4, പിന്നെ എന്തും കൂടെ എഴുതണം? x1 വീണ്ടും നമ്മൾ എഴുതണം. അതേപോലെ തന്നെ y1, y2, y3, y4, y1. ഓക്കെ, അപ്പൊ ഇതല്ലേ ഏറ്റവും സുഖം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0 ഇൻറ്റു -893.8 പ്ലസ് 0 ഇൻറ്റു 728.8 പ്ലസ് 634.8 ഇൻറ്റു 699.3 പ്ലസ് 1000
68.4 into 0. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ആ ഒരു പ്രോഡക്റ്റ് മൈനസ് ഓക്കെ 0 into 0. Then minus 983.8 into 634.8. Okay, then 728.8 into 1068.4 plus ചെയ്യാൻ മറക്കരുത് കേട്ടോ, plus 699.3 into 0. ഓക്കെ, അപ്പൊ ഇത് ഭൂരിഭാഗം വരുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഡക്റ്റ് അതിന്റെ ഓൾജിബ്രായിക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാനിത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ്ടോ, ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ലൈൻസ് തമ്മിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 0 into കണ്ടോ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ മൈനസ് ഈ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതൊന്ന് വേണം മറ്റത് മൈനസ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, മൈനസ് ഇത് ചെയ്യാം. ഇതൊക്കെ പ്ലസ് ആണ് കേട്ടോ. ഇത് നോർത്തിങ് അല്ലേ, ഇവരെന്താ മൈനസ് കൊടുത്തതെന്നാവട്ടോ. പ്രോബ്ലത്തിൽ ഉണ്ടായ ഒരു തെറ്റാണെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് നോർത്തിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പോസിറ്റീവ് അല്ലേ സാധാരണ വരാറ്. അപ്പൊ ഇവരിതിവിടെ തെറ്റി കൊടുത്തതാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ മൈനസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പൊ മൈനസ് വരില്ല. ഓക്കെ, എല്ലാം പ്ലസ് ആയിരിക്കും വരിക. എല്ലാം പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ പ്രോഡക്റ്റുകളെല്ലാം സം ചെയ്തു. മൈനസ് ഈ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഡോട്ടൽ ലൈൻസിന്റെ പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കുക, എല്ലാം കൂടെ സം ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് പ്രോഡക്റ്റ് നിന്ന് രണ്ടാമത്തെ ഫസ്റ്റ് സമ്മിന്ന് രണ്ടാമത്തെ സമ്മ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ആൻസറിന് ഡബിൾ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് ഡിവൈഡ് ബൈ 2. അപ്പൊ ഞാനിവിടെ ഓൾറെഡി 1/2 എന്നാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ആ പ്രോഡക്റ്റ് കണ്ടിട്ട് അതിന്റെ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ടോട്ടൽ ഇവിടെ 1/2 ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ കിട്ടുന്ന പ്രോഡക്റ്റ് വെച്ചാൽ അത് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയത് 1,16,324. ഓക്കെ, അപ്പൊ ആ ഒരു അങ്ങനെയാണ് നമുക്ക് ഏരിയ കിട്ടിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇതിന്റെ ഭൂരിഭാഗം 0 ആയി പോവും. ബാക്കിയുള്ളത് മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാം. ഓക്കെ, വെക്കേഷൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇതുവരെ ഒഫീഷ്യലായിട്ടൊരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വെക്കേഷൻ ഉണ്ടെന്നാണ് കേട്ടത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആരും എന്നെ ചീത്ത പറയരുത് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഹാപ്പി ഓണം.